ഞങ്ങളുടെ പ്രദേശത്ത് ഒരു ക്ലബ്ബുണ്ട്. യുവജന സമാജം എന്നാണ് പേരെങ്കിലും 50 കഴിഞ്ഞതും വിസ്മയ വസന്തങ്ങളുമായ കുറെ കേശവൻ മാവന്മാർ കക്ഷി രാഷ്ട്രീയ തലത്തിൽ കൈയടക്കം ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണത്. ഈ ക്ലബ്ബിൽ എല്ലാ വർഷവും കർക്കിടക വാവ് ബലികളോടനുബന്ധിച്ച് കാർഷിക വ്യാവസായിക മേള എന്നൊരു പ്രോഗ്രാം നടത്തും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിൽ കുറെ സ്റ്റാളുകൾ ഉണ്ടാവും. പുസ്തക സ്റ്റാളുകളും അഗ്രി നേഴ്സറി സ്റ്റാളുകളും പലഹാര സ്റ്റാളുകളും ഒക്കെ ഉണ്ടാവും. ഒപ്പം നിയമത്താൽ നിരോധിതമായ വെയ് രാജാ വെയ് എന്ന ഗണത്തിലുള്ള മമ്മൂട്ടിയുടെ പഴയ കാർണിവൽ എന്ന സിനിമയിലേതുപോലുള്ള കുറേയധികം ഗെയിമുകളും കാണും. ഒരിക്കൽ വാവാ സുരേഷിന്റെ ഒരു സ്നേക്ക് ഷോ മേൽപ്പറഞ്ഞ പരിപാടിയോടനുബന്ധിച്ച് പ്രസ്തുത ക്ലബ്ബ് സംഘടിപ്പിച്ചു. ഫസ്റ്റ് ബോർഡിൽ പ്രിന്റ് ചെയ്ത് പതിപ്പിച്ച ബോർഡുകൾ ഒഴികെ ബാക്കിയുള്ള പ്രചാരണങ്ങൾ മുതൽ അവതരണം വരെയും അതൊരു സ്നേക്ക് ഷോ തന്നെയായിരുന്നു. എന്നാൽ പരിപാടിയുടെ അറിയിപ്പ് ഫ്ലക്സ് ബോർഡുകളിൽ ഒക്കെ അതൊരു ബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു. അതായത് സുരക്ഷിത സംവിധാനങ്ങളില്ലാത്ത സുതാര്യമായ പൊതുവേദിയിൽ പാമ്പുകളെ പ്രദർശിപ്പിക്കുന്നത് വനം വകുപ്പിന് കേസെടുക്കാനുള്ള മുതൽ ഉണ്ടെന്നതിനാൽ നൈസായിട്ടൊന്ന് പേര് മാറ്റി. പ്രദർശനമൊന്നുമല്ല, ബോധവൽക്കരണം. തിളക്കം എന്ന സിനിമയിൽ കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം തയ്യൽക്കടക്കാരനായ ഹരിശ്രീ അശോകനോട് പറയുന്ന ആ ഡയലോഗ് ഉണ്ടല്ലോ, പാന്റ് വേണ്ട, പാദം വരെ നീളമുള്ള ട്രൗസർ മതി. അതുപോലെ പ്രദർശനമല്ല, ബോധവൽക്കരണമാണ് കേട്ടോ നമ്മുടെ നിയമത്തിന്റെ ഓരോ പഴുതുകളെ. അന്ന് ആ വേദിയിൽ അണലി, മൂർഖൻ തുടങ്ങിയ അതിഥികളെ കയ്യിലെടുത്ത് ചുംബിച്ചു കാട്ടിയും സദസ്യർക്ക് തൊട്ടു തലോടാനും കൊടുത്ത് വാവ സുരേഷ് ബോധവൽക്കരണം നടത്തി. ഇതല്ലേ ഇയാളെ പാമ്പു പിടുത്ത വിദഗ്ധൻ എന്നാണ് പൊതുബോധത്താൽ വിശേഷിപ്പിക്കാറ്. കിട്ടിയ കടിയുടെ എണ്ണപ്പെരുപ്പമാണോ ഇയാൾക്ക് കിട്ടുന്ന വൈദഗ്ധ്യ വിശേഷണത്തിന്റെ മൂലധനം? യാതൊരു സുരക്ഷാ സംവിധാനവുമില്ലാതെ തന്റെ ജീവനും മറ്റുള്ളവരുടെ ജീവനും ഹാനികരമാക്കി ശാസ്ത്രീയ രീതികൾ അവലംബിക്കാതെ എത്ര വിമർശനമുയർന്നാലും അതിനെയൊന്നും വകവയ്ക്കാതെ മനുഷ്യൻ ഏറെ ഭയത്തോടെ കാണുന്ന ഒരു ഉരകത്തെ തനിക്ക് ഭയമില്ല എന്ന് കാണിക്കുമ്പോൾ കിട്ടുന്ന കയ്യടിയാണ് വാവ സുരേഷിന്റെ ലഹരി. മാനസിക ചികിത്സയാണ് ഇദ്ദേഹത്തിന് ആദ്യം നൽകേണ്ടത്. സുരേഷ് സാർ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 20 കിലോമീറ്ററിന് താഴെ വേഗപരിധിയുള്ള റോഡിൽ 120 കിലോമീറ്റർ സ്പീഡിൽ ഹെൽമറ്റ് ഇല്ലാതെ സഞ്ചരിക്കുന്ന വ്യക്തിക്കും കയ്യടി കിട്ടാറുണ്ട്, നിങ്ങൾക്കും കയ്യടി കിട്ടാറുണ്ട്. ഇവിടെ നിങ്ങളെ പോലുള്ളവർ കയ്യടിക്കാണ് പ്രസക്തി കൊടുക്കുന്നത്. ആരാണ് കൈയടിച്ചതെന്ന് നിങ്ങൾക്കൊരു വിഷയമേ അല്ല സർ. ഈ സമൂഹത്തിന്റെ കയ്യടിക്ക് എന്നും ഊർജമാവുന്നത് അശാസ്ത്രീയവും അപരിഷ്കൃതവുമായ സമീപനങ്ങൾ മാത്രമാണ്. ആരെ മാതൃകയാക്കരുത് എന്ന് പട്ടികപ്പെടുത്തിയാൽ പാമ്പ് പിടുത്തത്തിൽ ആദ്യം നിങ്ങളുടെ നാമം തന്നെ ചേർക്കണം. മാലിന്യത്തിൽ വന്നിരിക്കുന്ന ഈച്ചയുടെ ബാഹുല്യത്തോടാണ് ബോധസമൂഹം നിങ്ങൾക്ക് കിട്ടുന്ന കയ്യടികളെ പരിഗണിക്കുന്നുള്ളൂ. പാമ്പ് പിടുത്തത്തിൽ ശാസ്ത്രീയമായ രീതി അവലംബിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയോട് അങ്ങനെയെങ്കിൽ നിങ്ങൾ വാവ സുരേഷിനെ പഠിക്കരുത് എന്ന ഉപദേശം കൊടുക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇനിയെങ്കിലും അറിയാൻ പാടില്ലാത്ത ഈ പണി നിർത്തിക്കൂടെ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങളത് അവഗണിക്കുകയും നടത്തിക്കൊണ്ടിരിക്കുന്ന സ്നേക് സ്റ്റണ്ട് തുടരുകയും ചെയ്യും. കാരണം നിങ്ങളെ ഒരു വലിയ അബോധ സമൂഹം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. യുക്തിവാദിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ട്രോളും
ആനുപാതികമായി വന്ന കമന്റുകളുമാണ് ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. യുക്തിവാദി ഇവിടെ ട്രോളിയിരിക്കുന്നത് കന്യകാത്ത പരിശോധന വരെ ഒറ്റ നോട്ടത്തിൽ പരിശോധിച്ചുറപ്പിക്കുന്ന സ്നേക് മാസ്റ്റർ എന്ന് അവകാശപ്പെടുന്ന സ്നേക് സ്റ്റണ്ടറിനെയാണ്. ഇനി വാവ സുരേഷ് എന്ന അശാസ്ത്രീയ കാളവണ്ടിക്ക് വേണ്ട പ്രോത്സാഹനം നൽകുന്ന നേരത്തെ സൂചിപ്പിച്ച ആ അബോധ സമൂഹത്തിലെ 1-2 പേരെ പരിചയപ്പെടാം. അതിൽ ആദിൽ എന്ന പേരിലുള്ള പ്രൊഫൈൽ പറയുന്നത് ഇതാണ്. അയാൾ എന്തെങ്കിലും കാണിക്കുന്നത് യുക്തിവാദവും തമ്മിൽ എന്ത് ബന്ധം? അങ്ങേരുടെ ജോലി ചെയ്യുന്നു. ചില സമയത്ത് അത് ഇത്തിരി പെരുപ്പിച്ച് കാണിക്കുന്നുണ്ടാവാം. അതിനെന്താണ് ഇത്ര വലിയ തെറ്റ്? അയാൾ പാമ്പ് പിടിക്കും പോലെ നമ്മൾ പഠിക്കാനൊന്നും പോണില്ലല്ലോ, വെറുതെ ഇത് കാണുന്നു, അതിലെന്താണ്? ഇവിടെ ആദം എന്ന പ്രൊഫൈൽ അയാള് പാമ്പ് പിടിക്കും പോലെ നമ്മൾ പഠിക്കാനൊന്നും പോണില്ലല്ലോ, വെറുതെ ഇത് കാണുന്നു, അതിലെന്താണ് എന്ന് പറയുക വഴി ഒരു സമദൂര പാത സ്വീകരിക്കുന്നതായി കാണാം. ഒപ്പം ചില സമയത്ത് അത് ഇത്തിരി പെരുപ്പിച്ച് കാണിക്കുന്നുണ്ടാവാം. അതിനെന്താണ് ഇത്ര വലിയ തെറ്റ് എന്നും കൂടി ആദം പറയുക വഴി എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, ശ്രീജിത്ത് പണിക്കർക്ക് സംഖ്യാനം തൊട്ട് സമ്മതിക്കാനും വയ്യ, രാഷ്ട്ര പുനർനിർമ്മാണം വർഗീയ പാർട്ടി വഴിയെ നടക്കൂ എന്ന് പറഞ്ഞു ഒപ്പിക്കുകയും വേണം എന്ന തരത്തിലുള്ള ന്യൂസ് ഡിബേറ്റുകളാണ്. എന്തായാലും ഞാൻ ശാസ്ത്രീയ സാക്ഷരത ഇല്ലാത്ത ആദമിനോട് ഒരു കാര്യം മാത്രം പറയുന്നു. അശാസ്ത്രീയ സമീപനങ്ങൾക്കെതിരെയുള്ള ശബ്ദമാണ് യുക്തിവാദി ഉയർത്തുന്നത്. അല്ലാതെ യുക്തിവാദം എന്നാൽ ദൈവ മത നിരാസങ്ങളോട് മാത്രം ചേർന്ന് നിൽക്കുന്ന ചിന്താരീതിയല്ല. അയാൾ എന്തേലും കാണിക്കുന്നത് യുക്തിവാദവും തമ്മിൽ എന്ത് ബന്ധം എന്ന ചോദ്യത്തിന് ഈ മറുപടി മാത്രം മതിയാകും. ബോധമുള്ള ഒരു വ്യക്തിക്ക്. ആദമിനെ മനസ്സിലായില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തത് യുക്തിവാദിയുടെ നിരാശയൊക്കെ അളക്കുന്ന ഒരു വാവ ഫാൻ ആണ്. അദ്ദേഹം പറയുന്നത്, ആരും തെറ്റിദ്ധരിക്കേണ്ട, പുള്ളിയെ ട്രോളി ഒന്ന് എയറിൽ കയറിയതുകൊണ്ട് നിരാശ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ഇട്ട് തീർക്കുന്നതാണ്. ഫ്രസ്ട്രേഷൻ എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അക്ഷരത്തെറ്റായോണ്ട് ഞാൻ അത് വായിച്ചില്ല. ഓക്കെ, അതിന് കൃത്യമായ മറുപടി രോഹൻ എന്ന പ്രൊഫൈൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കും മറ്റൊന്നും പറയാനില്ല. ബോധമില്ലാത്ത ഒരു വലിയ കൂട്ടത്തിന്റെ കയ്യടിയിൽ നിരാശപ്പെടുന്നവരാണ് യുക്തിവാദിയെങ്കിൽ പുരോഗമന, പരിഷ്കരണ, ശാസ്ത്രീയ ചിന്ത പങ്കുവെക്കുമ്പോഴെല്ലാം യുക്തിവാദി നിരാശപ്പെട്ടുകൊണ്ടേയിരിക്കണം. ആവർത്തിച്ചു പറയട്ടെ, വാവ സുരേഷിനെ പോലുള്ള, റോബിൻ രാധാകൃഷ്ണനെ പോലുള്ള, രാഹുൽ ഈശ്വറിനെ പോലുള്ള ഗോത്രീയ കാളവണ്ടികളുടെ തലച്ചോറില്ലാത്ത ഫാൻസിന്റെ നിലവിളി ഞങ്ങൾക്ക് തമിഴിലെ മുടിയാണ്. തമിഴിലെ മുടി.